ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലതും തരുമോ എന്ന് യാചിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവരുടെ 2 പെൺകുട്ടികളുമായി കടന്നു വന്നു. അവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഒരൊറ്റ കാരക്ക മാത്രമേ എൻ്റെ അരികിലുള്ളൂ. ഫഅതൈതുഹ ഇയ്യാഹ, ഞാൻ ആ കാരക്കയെ ആ സ്ത്രീക്ക് കൊടുത്തു. അപ്പോൾ തന്നെ ആ സ്ത്രീ അതിനെ 2 കഷ്ണങ്ങളാക്കി ആ 2 പെൺകുട്ടികൾക്കും ഓഹരി വെച്ച് കൊടുത്തു. വലം തഅകുൽ മിൻഹ, ആ സ്ത്രീ അതിൽ നിന്നൊന്നും ഭക്ഷിച്ചില്ല. പിന്നെ ആ സ്ത്രീ എണീറ്റ് പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ സ്ത്രീ വന്നതും സംഭവിച്ച സംഭവങ്ങളും ഈ കാരക്ക കൊടുത്തതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുബുത്തുലിയ മിൻ ഹാദിൽ ബനാതി ബിഷൈഇൻ കുന്നലഹു സിത്റൻ മിനന്നാർ. പെൺകുട്ടികളെ കൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ കുന്നലഹു സിത്റൻ മിനന്നാരി, അവനിക്ക് നരകത്തെ തൊട്ടുള്ള മറയാണ്. പെൺകുട്ടികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, അവരുടെ കാര്യങ്ങൾ ശരിക്കും നോക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന, ആ പരിശോധനയാകുന്ന പരീക്ഷണം. ആ പരീക്ഷണത്തെ ഒരാൾക്ക് നൽകപ്പെട്ടാൽ, അങ്ങനെ ആ പരിശോധനയിൽ അവൻ വിജയിച്ചാൽ, അവരുടെ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കി നടന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, അവരെ പ്രായമാകുമ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്, അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കി അവർക്ക് ഗുണം ചെയ്താൽ അവനിക്ക് നരകത്തെ തൊട്ടുള്ള മറയാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുന്നു. മാത്രമല്ല ഈ സംഭവം ചില പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നെന്താണ്, നമ്മുടെ അരികിൽ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും സ്വതക്ക ചെയ്യണം എന്നാണ്. ഒരാൾ എന്തെങ്കിലും ചോദിച്ചു വരുമ്പോൾ കുറച്ചേ ഉള്ളൂ എങ്കിലും നാം സ്വതക്ക ചെയ്യണം. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ നമുക്കെന്തെങ്കിലും ആരെങ്കിലും സ്വതക്ക ചെയ്താൽ, നമുക്കാരെങ്കിലും എന്തെങ്കിലും തന്നാൽ അതിനെ നിസ്സാരമാക്കരുത്. കാരണം ആ സ്ത്രീക്ക് കൊടുത്തൊരു ഒറ്റ ഈത്തപ്പഴമാണ്. ആ സ്ത്രീ അതുകൊണ്ട് അതിന് മക്കൾക്ക് ഓഹരി വെച്ച് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അതിനെയും നാം ഒരിക്കലും നിസ്സാരമാക്കാൻ പാടില്ല. അതുപോലെ ഈ കഥ നമുക്ക് നൽകുന്ന മറ്റൊരു പാഠമാണ് ആയിഷ ബീവിയുടെ സ്വതക്ക. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരൊറ്റ കാരക്ക അത് അവർ ആ പാവപ്പെട്ടവർക്ക് കൊടുത്തു. അത് ആയിഷ ബീവിയുടെ സ്വതക്കയുടെ മഹത്വമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു പാഠമാണ്, സ്ത്രീകളുടെ പെൺകുട്ടികളുടെ കാര്യങ്ങൾ ശരിക്കും നോക്കി നടത്തിയാൽ അത് നമ്മെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കാരണമാണ്. അതാണ് ഈ കഥ നമുക്ക് നൽകുന്ന പാഠം. ചില ആളുകൾ പെൺകുട്ടികളുടെ കാര്യങ്ങൾ ശരിക്കും നോക്കി നടത്തുന്നു, ആൺകുട്ടികളെ ശ്രദ്ധിക്കാതെ വരുന്നു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ആൺകുട്ടികളെ നാം കയറൂരി വിട്ടാൽ അവർ പല തെറ്റുകളിലേക്കും പോകാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ നാം സൂക്ഷ്മമായി പരിശോധിക്കുകയും അവരെ നോക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ആൺമക്കളെയും നാം സൂക്ഷ്മമായി പരിശോധിക്കുകയും അവരുടെ കൂട്ടുകെട്ടുകൾ കണ്ടറിയുകയും അവരുടെ പോക്കുവരവുകൾ നാം അറിയുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർ നമുക്ക് ഭാരമാവുകയും നമ്മുടെ കണ്ണിലെ കരടാവുകയും അവർ നമുക്കെതിരെ നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നതാണ്. നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അല്ലാഹു തആല നന്നാക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളവരാക്കി അവരെ മാറ്റട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.